ആദ്യമായിട്ട് പരിചയമുള്ളൂ, അതുകൊണ്ടാ. എന്തായാലും വള്ളംകളിക്ക് വന്നാൽ വഞ്ചിപ്പാട്ടും അതിന്റെ ഒരു ആവേശവും ആരവും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഒരു വള്ളംകളി കാണാൻ വരുമ്പോ ഈ ആലപ്പുഴയുടെ മുഴുവൻ മുഴുവൻ അനുഭവങ്ങളും എടുത്തിട്ടേ തിരിച്ചു പോകാവൂ. ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്തേക്കും കൂടെ നമ്മളൊരു പോക്ക് പോയി. ഞാൻ വരുന്ന ഒരു ഭംഗിക്ക് പറഞ്ഞു, ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്കാ പോയത്. എന്റെ അടുത്ത് ശ്രീജ അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സംസാരിക്കും. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഓഫീസിൽ ചെല്ലുമ്പോഴേ എനിക്ക് ഇവള് കട്ടി പണി തരും. കുറെ പാക്കേജ്, കുറെ ഫുട്ടേജ്, എവിടെ ചോദിക്കും. ഔട്ട്പുട്ടിലാണ്, ഞാൻ ഇൻപുട്ടിലാണ്. എനിക്ക് റെസ്റ്റ് കിട്ടൂല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഗ്യാപ്പില് ശരണ്യ ഒരു പാട്ട് പഠിച്ചു. ശ്രാങ്കെ വട്ടക്കായലെത്തിയ വട്ടക്കായല് ശരണ്യ പാടാൻ പോയാണ്. ഒന്ന് നിർത്തി തന്നാൽ ഞാൻ അങ്ങോട്ട് ചാടാം. ഇതിനെക്കാലം ഞാൻ ചാടുന്നതാണെന്നില്ല. ഒരു സാഹസം ഞാൻ കാണിക്കില്ല. എന്റെ പാട്ടിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് ഈ നമ്മള് അവിടെ ആദ്യം വന്ന വഴിക്ക് ഈ ചമ്പക്കുളം ഷാപ്പിന്റെ ഇപ്പുറത്തെ ഇടവഴി കൂടെ പോവാല്ലോ, അവിടെ കൂടെ പോവാല്ലോ. അവിടെ നമുക്ക് അവിടെ പിന്നെ ചെന്ന സമയത്ത് ഈ സിനിമ, സാഹിത്യം ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഒരുപാട് എഴുത്തുകാര് അല്ലേ, അപ്പം അങ്ങനെ പാട്ടുകാര്, എഴുത്തുകാര്, അത് നമുക്ക് ഒരുപാട് എത്ര പറഞ്ഞാൽ തീരില്ല. സംവിധായകന്മാര് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കൂടെ ന്യൂസ് 8 ജോലി ചെയ്ത ആളിപ്പോ പുസ്തകം എഴുതുന്നുണ്ട്. നമുക്ക് അറിയാവുന്നോ, കാലൊടിഞ്ഞ പുണ്യാളൻ എഴുതിയ ഷനോജിന്റെ പുസ്തകം. അത് വളരെ നന്നായിട്ട് DC-ന്ന് വിറ്റുപോകുന്നൊരു പുസ്തകമാണ്. അങ്ങനെ മങ്കൊമ്പ് വഴിയാണ് നമ്മൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് തന്നെ ഞാൻ അവിടെ എത്തിയപ്പോ ഓർത്തു. അങ്ങനെ എന്ത് രസമാണ്. പിന്നെ അങ്ങനെ ഒരു പാട്ട് വരെ ഓർത്തു. അങ്ങനെയല്ലെന്നേ, അത് മാത്രമല്ല, കേര നിരകളാടും അങ്ങനല്ലേ, തീരം കുളിർനിലാവിൻ തീരം കായലലകൾ. അത് ബി ആർ പ്രസാദൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ നമ്മള് BS-ന്റെ കാലം ഓർക്കുന്നുണ്ട്. ഇവിടെ റാണി ചിത്ര മാർത്താണ്ഡൻ കായല്, അവിടെ നികത്തിയിട്ട് നെൽകൃഷി ചെയ്യുന്നു. അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമുണ്ട്. അന്നത്തെ നമ്മളെ അങ്ങനെ മുരിക്കന്റെ പ്രയത്നത്തെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, സാധാരണ തൊഴിലാളികൾ ഇവിടെ തന്നെ അല്ല. ഞാൻ പറയുന്നത്, ഇവിടെ ഈ ബണ്ടൊക്കെ മുറിഞ്ഞിട്ടേ ഈ പാടശേഖരത്തിൽ വീട്ടിനകത്തോട്ടൊക്കെ പോയിട്ട് ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യമുണ്ട്. നമ്മള് ഈ ശരണ്യ എന്താ പറയുന്നത്, ഈ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയുമല്ലോ നമ്മള്, അതിന് മുകളിൽ തോണി, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഈ ആലപ്പുഴയ്ക്ക്. മാത്രമല്ല, നമ്മൾ ബൈക്കും കാറും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഓരോ വള്ളങ്ങളാണ് ഉള്ളത്. കൊച്ചു വള്ളങ്ങളിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം കൂടി ഉള്ള ഒരു സ്ഥലമാണ്. വഞ്ചിപ്പാട്ടിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിജീവനത്തിന്റെ പാട്ടാണ്. പ്രത്യേകിച്ച് ഈ വള്ളംകളി കാലം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല് കുട്ടനാട്ടിലെ കാർഷിക ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ഉത്സവ കാലമാണ് ഈ ഓണവും വള്ളംകളിയും ഒക്കെ. നേരത്തെ ഇതിനു മുമ്പ് നമുക്ക് പറയാം, വള്ളംകളി രാജഭരണ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് അവരുടെ പടയാളികളായി മുന്നോട്ട് പോയ വള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ, അതായത് കാവൽക്കാരായി പോയിരുന്ന വള്ളങ്ങൾ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാറി കുട്ടനാടിന്റെ ഒരു അതിജീവനത്തിന്റെ കഥ കൂടി ഈ വള്ളംകളിക്കും വള്ളപ്പാട്ടുകൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. വള്ളംകളി സീസണിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ വള്ളം തുഴയുന്നവരിൽ എത്രയോ മനുഷ്യന്മാർ, സാധാരണ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. കർഷക തൊഴിലാളികളുണ്ടാവും, മത്സ്യത്തൊഴിലാളികളുണ്ടാവും. അവരൊക്കെ ഈ സീസൺ എത്തുമ്പോൾ അവരെല്ലാം സ്റ്റാർസ് ആണ്. ഈ വള്ളംകളിയിലെ സൂപ്പർ സ്റ്റാർസിനൊക്കെ നാളെ കാണിച്ചു തരാം കേട്ടോ. കുറെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, അവർക്ക് ഫാൻ ക്ലബ്ബുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നാളെ കാണാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇപ്പൊ പോകുന്നത് ഇന്ന് വിനോദ് പോയ തായങ്കരി ഷാപ്പിലാണ്. അവിടെ ഒരു വൈബ് പരിപാടി ഉണ്ട്, കാണാം. നമ്മുടെ ഫിവ കള്ളി ഷാപ്പാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ തന്നെ സ്ഥാപനമാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു നാടൻ പാട്ട് കേൾക്കാമെന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. രാജേട്ടോ നമുക്കൊരു പാട്ട് ആയാലോ? വന്നു, എല്ലാരും ഉണ്ട്. മനോഹരമായി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ പാടശേഖരമാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? അതായത് നമ്മൾ അത് പറയുകയായിരുന്നു, ആലപ്പുഴയുടെ ഒരു പ്രത്യേകത അത് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. വള്ളംകളിക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു, അല്ലാതെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലം. അപ്പൊ നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ? ഒരു ചെറിയൊരു പാട്ട്. ഇരുന്നാട്ടെ. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ വഞ്ചിപ്പാട്ട്,
അല്ലെങ്കിൽ ആലപ്പുഴയുടെ തനതായിട്ടുള്ള ഒരു നാടൻ പാട്ട് ഏതെങ്കിലും ഒന്ന് ആരാ പാടുന്നത്? ചേട്ടൻ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും. ഒന്ന് തട്ടുമല്ലേ, ഒന്ന് തട്ടും. ആയിക്കോട്ടെ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്നേ. പത്തിനും തമ്പാടിയല്ലോ തിന്നിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പത്തിനും തമ്പാടിയല്ലോ തിന്നിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. അനുകോണിൽ നിന്ന് നമ്മൾ പാടിയൊരു പാട്ടുകാട്ട് പത്തിനും തമ്പാടിയല്ലോ തിന്നിനും തമ്പാടിയല്ലോ നമ്മളും നാടേ നമ്മളും നാടേ. പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്നേ. പത്തിനും തമ്പാടിയല്ലോ തിന്നിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പത്തിനും ചേച്ചി ഒരു വഞ്ചിപ്പാട്ട് പാടാവോ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം കുര വേണം കുരവ വേണം. അപ്പൊ ഏതിനും നമ്മൾ ഇത്രയും നേരം വളരെ സന്തോഷമായി. കാരണം ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ആത്മാവെന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ്. അത് ഏറ്റവും വലിയ സന്തോഷം ഈ ചേച്ചി വന്ന് പാടിത്തന്നു എന്നുള്ള ഉമ്മച്ചേച്ചി അല്ലേ, ഉമ്മച്ചേച്ചി പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ഹൃദയം നിറയണമെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കണം. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ.